ഹലോ അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരും വർത്താനും സുഖല്ലേ? നമുക്കിവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. ഇന്നിപ്പോൾ 2-3 കവറൊക്കെ ഉണ്ട്. 4 ആൾക്കാരുണ്ട്, ഇതിന് 3 കവറുണ്ട്. നമ്മൾ കവറിൽ എന്തൊക്കെയാണ് നോക്കുക. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ? പോയി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, പിന്നെയുള്ള വർത്താനൊക്കെ പറഞ്ഞാൽ അവിടെ വെച്ച് വീഡിയോ നിർത്തിയതാണ്. പിന്നെ ഇതും കൂടി കാണിക്കാൻ ടൈമില്ല കേട്ടായില്ല. അപ്പോൾ ഇത് വേറൊരു വീഡിയോ ആക്കി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൂടി ഇതും കൂടി കാണിക്കാൻ ടൈമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഡ്രസ്സ് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾ അറിയണമല്ലോ. നമ്മളെ കൂട്ടുകാരല്ല നിങ്ങളൊക്കെ. അപ്പം നിങ്ങൾ അറിയണം നമ്മൾ എന്തൊക്കെയാണ് കഴിക്കണം, വീട്ടിലെന്താ ഉണ്ടാക്കി, എന്തൊക്കെയാണ് ഇടണത് ഒക്കെ നമ്മളെ കൂട്ടുകാരുകൾ സബ്സ്ക്രൈബേഴ്സുകൾ അറിയിക്കണം. നിങ്ങളെ കാരണമാണ് നമ്മളെല്ലാം മുന്നോട്ട് പോണത്. അപ്പം നിങ്ങളെല്ലാം നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ള വിവരമൊക്കെ നിങ്ങളെ അറിയിക്കണം. അപ്പോൾ ഇത് കൊടുന്നത് ഡ്രസ്സ് എടുക്കാനൊന്നും ഇപ്രാവശ്യം വിചാരിച്ചിട്ടില്ല കേട്ടോ. ചെറിയനാൾക്കും തന്നെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ലേനു. പിന്നെ അപ്പോൾ പിന്നെ വലിയൊരുനാൾക്ക് കൊടുക്കാനൊന്നും കരുതിയിട്ടില്ല. പിന്നെ ചെറിയ മോളുള്ളതുകൊണ്ട് ഓൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? മോനൂസിന് എന്തായാലും എടുത്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളതേ. അമ്മായി എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയത് ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഭയങ്കര രസം. മോനൂസിനെക്കാട്ടിയും ഘട്ടത്തിൽ മോളൂസ്. ആ പ്രായക്കാരിപ്പം അങ്ങനല്ലേ. എത്രയാ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഡ്രസ്സില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. എങ്ങനെ ആയാലും ഡ്രസ്സ് ഉണ്ടാവും. വേറെ പൊന്നും പണ്ടും വേറെയൊന്നും ഇല്ലെങ്കിലും ഡ്രസ്സ് ഉണ്ടാവും. ഓൾക്ക് അതാണല്ലോ പോലെ മെയിൻ. ഓൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇപ്പോൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഡ്രസ്സ്, ആ മോഡൽ ഡ്രസ്സിന് കിട്ടുക എന്ന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ മോനൂസിന് എടുക്കാൻ എവിടെ പോവുകയാണെങ്കിൽ ഓള് പറയില്ല കേട്ടോ, നിങ്ങൾ പോകണ്ട, ഞാൻ വന്നിട്ട് പോകാം, ഞാൻ ഉള്ളപ്പോൾ പോകാം, എന്തെടുക്കുകയാണെങ്കിൽ ഞാൻ ഉള്ളപ്പോൾ പോകാം. ഇപ്പോൾ കുറഞ്ഞ വിലൻ്റെ ആയാലും ആ നല്ല മോഡലൊക്കെ എടുക്കുക എന്നുള്ള നിലക്ക് അങ്ങനെ പറയണതാണ്. അപ്പോൾ പിന്നെ അപ്പോൾ ഓള് ഏറ്റവും വിചാരിച്ച കാത്തുനിന്നപ്പോൾ ഓളയും കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ ഓള് നല്ല ഐഡിയക്കാരത്തി, നല്ല സൂപ്പറാണ്. അതല്ല കുഴപ്പമില്ല, പാവല്ലേ. ദിവസം ഓൾക്ക് യൂണിഫോം ഒന്നും ഇല്ലല്ലോ, മോളൂസിന് യൂണിഫോം ഇല്ല. ദിവസം ഇങ്ങനെ കളർ ഡ്രസ്സ് തന്നെ ഇടും വേണം. അപ്പം ഇങ്ങനെ പോണ പോക്ക് തന്നെ കട കണ്ട് ആ പ്രായക്കാർക്കുള്ള ഷർട്ടുകൾ ഇട്ട. അപ്പം അതാണല്ലോ മോഡല് ഷർട്ടുകൾ. അത് കണ്ടപ്പോൾ അതിക്കൊന്ന് കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിമ പിടിച്ച് തൂങ്ങി നിൽക്കന്നെ. എന്തായാലും വാങ്ങിക്കൊടുത്തു. അപ്പോൾ പിന്നെ അത് നമുക്ക് വേദനയല്ലേ അങ്ങനെ കാട്ടുമ്പോൾ. നമുക്കൊന്നും ഇല്ലെങ്കിലും മക്കളെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം വിചാരിച്ചുകാണ്ട് ഞാൻ പിന്നെ ഏതായാലും ഒരു ടോപ്പ് എടുത്തിട്ടാ. അപ്പോൾ അത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ മൂക്കെടുത്ത ടോപ്പ് കാണിച്ചു തരാം. ഇതാണ് ടോപ്പ് എടുത്തത്. വലിയ റേറ്റിൻ്റെ ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് പുതിയൊരു കോടിയിടണം, പെരുന്നാൾക്കൊരു പുതിയ കോടിയിടണം. അതൊരു സന്തോഷം തന്നെയാണ്. കുളി കഴിഞ്ഞ് കാണും പുതിയ ഡ്രസ്സ് ഉണ്ടോ എന്നാൽ ആ പെരുന്നാൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എവിടേക്ക് പോയില്ലെങ്കിലും പുതിയതൊന്നും ഇടുക. ഇതാണ് ഇപ്പോൾ മോൾക്ക് എടുത്ത ഡ്രസ്സ്. നിങ്ങൾക്കൊക്കെ കളർ ഇഷ്ടമായോ, മോഡൽ ഇഷ്ടമായോ ഒക്കെ ഒന്ന് അറിയിക്കേണ്ടിട്ടാ. ഇതാണ് സംഭവം. നോക്കുകയാണെങ്കിൽ നിങ്ങൾ മോഡൽ ഇങ്ങനെ മുന്നേക്ക് ഇങ്ങനെ തൂങ്ങിയിട്ട് ബാക്ക് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് മിടിക്ക് ഇടാം, പിന്നെ ഫാൻറ്റൊക്കെ ഇടാം. നല്ല ലൂസുള്ള പലാസ ഫാൻറ്റൊക്കെയാണ് ഇടല്. അപ്പോൾ അതിക്കൊക്കെ ഇടട്ടാ. നല്ല സോഫ്റ്റ് കോട്ടനാണ്. ഈ കളറൊക്കെ ഇല്ല. അപ്പോൾ നല്ല രസമാണ്. എനിക്കും ഇഷ്ടമായി ഈ കളർ കേട്ടോ. ഇട്ടിട്ട് രസമുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണ്ട. മോൾ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ അത് രസമല്ല. അങ്ങനെ എന്താ അഭിപ്രായം നിങ്ങൾക്ക് പറയട്ടോ. അപ്പം ഞാനാണ് ഓളിനോട് ചോദിക്കലാണ്, ഉമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള ചോദിക്കലാണ്. അപ്പം ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ട് എടുക്കൽ തന്നെയാണ്. ഓളെ ഇഷ്ടത്തിന് എടുക്കണതല്ല. ഇത് രസമുണ്ട്, ഇറക്കമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മീഡിയം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഉള്ളിലാക്കി കണ്ടോ അങ്ങനെ ഇടാം, പുറത്തേക്കാക്കി അങ്ങനെയൊക്കെ ഇടാം. നല്ല സോഫ്റ്റ് കോട്ടനാണ്. ചൂടത്തൊക്കെ ഇടാൻ പറ്റി, വേഗം ഉണങ്ങും ചെയ്യും. അപ്പോൾ ഇതാണ് ഓക്കെടുത്ത ഡ്രസ്സ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. ഇതാണ് ഓളെ കവറ്. 2-3 കവറുള്ളതിൽ ഇപ്പോൾ ഈ കവറുള്ള സാധനമാണ് ഇപ്പോൾ ഇത്. ഇനിയിപ്പോൾ എന്താ ഉള്ളത്? പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ് നിങ്ങൾ. ഇച്ച് പെരുന്നാൾ കുളിച്ചാൽ പെരുന്നാൾ കുളിയാണ് കഴിഞ്ഞാൽ ഇച്ച് പുതിയ ഒരു മാക്സി ഇടണം. വേറെയൊന്ന് പോകുമ്പോൾ ഏത് പഴയതിട്ട് പോയാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് കുളിയാണ് കഴിഞ്ഞാൽ പുതിയ മാക്സി ഇടണം. അത് ഒരുപാട് കാലമായിട്ട് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഇതുവരേക്കും ഞാൻ പെരുന്നാളിന്, ചെറിയ പെരുന്നാൾക്കായാലും വലിയ പെരുന്നാൾക്കായാലും മാക്സി ഇടൂട്ടാ. ഇതുവരെ പുതിയ മാക്സി ഇടാൻ നിന്നിട്ടില്ല. കൊല്ലത്തിൽ 2 പെരുന്നാളില്ല, 2 പെരുന്നാൾക്കും പുതിയ മാക്സി ഇതുവരെ ഇടാൻ നിന്നിട്ടില്ല. അൽഹംദുലില്ലാ. ഞാനത് വിചാരിച്ചിട്ടൊന്നുമില്ലേനു. പക്ഷേ പഠിച്ചോൻ്റെ ഓരോരോ ഇതുകൊണ്ട് പിന്നെ മാക്സി കിട്ടി. അൽഹംദുലില്ലാ. എൻ്റെ മാക്സി എങ്ങനെ ഉണ്ട് അതും കൂടി ഒന്ന് പറയേ. ഒലിമ്പിയിട്ടൊന്നുമില്ല. മാക്സി എങ്ങനെ ഉണ്ട്? രസമുണ്ടാ? ഇതിൻ്റെ ബാക്ക് ഇതാ
ഒക്കെ ഒരു കളർ തന്നെ കേട്ടാ. പിന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൊണ്ട് തിരക്കാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളറും നമ്മൾ വിചാരിച്ച മോഡലൊക്കെ തപ്പി തരാനൊന്നും സമയമില്ല. എൻ്റെ ആ പൈതല്യം കൊണ്ടല്ലേ പോയിക്കണേ. ഓന് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം വേണം, മറ്റേ വേണം, മറിച്ച് വേണം, അവിടെ ഒന്ന് കിടക്കണം, ഇവിടെ നിന്ന് കിടക്കണം, എന്തൊക്കെ കാട്ടണോ അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടാ നോക്കല്ലേ, ഉറങ്ങി തൂങ്ങുന്നുണ്ട്, അതിൻ്റെ അടി ഉറങ്ങി തൂങ്ങണൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ശ്രദ്ധ ഏതേ ഒരു മാക്സി എടുത്തും കൂടെ പോരണം, പരിക്ക് എത്തി കിട്ടണം എന്നുള്ളത് ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓനിട്ടുകാണ്ട് പോകാൻ വെച്ചല്ലോ. അപ്പോൾ പിന്നെ ഓനായിട്ട് പോണതാണ്. എവിടെ പോയാലും ആ ഒരു സോലുകൊണ്ട് പിന്നെ അങ്ങനെ കുറേ തിരയിലൊന്നുമില്ല കേട്ടാ. അപ്പോൾ അതാണ് എൻ്റെ മാക്സി. ഇപ്പോൾ കുറേ വലിപ്പമൊക്കെ കൂടുതലാണ്. ആക്കാൻ ഇൻഷാ അല്ലാ പിന്നെ നമുക്ക് ശരിയാക്കണം, ഇറക്കൊക്കെ കുറക്കണം കേട്ടോ. ഇതൊക്കെയാണ്. മുന്നൊക്കെ രസമുണ്ടാ? ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും. ഇഷ്ടമായെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കളർ ഇഷ്ടമാണല്ലോ അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടേക്കണു. അപ്പം എൻ്റെ കവറും ഇതാണ്. അപ്പം ഇനിയിപ്പോൾ ഇട്ടുകാണ്ടൊക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരും അല്ലേ. ഇട്ടുകാണ്ട് നോക്കട്ടെ കേട്ടോ. നാളെ പെരുന്നാൾക്ക് ഇട്ടുകാണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തുകാണ്ട് ഇടാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളെ കുഞ്ഞാണിൻ്റെ ആണ് കേട്ടോ. കുഞ്ഞാണിൻ്റെ ടീഷർട്ട് അത്രേ അളവ് ചുരുങ്ങിട്ടോ, ഒരുപാട് അളവ് ചുരുങ്ങി. കുഞ്ഞാണിക്ക് എടുത്ത ടീഷർട്ടാണ് ഇപ്പോൾ അതേ കളറ്. ഈ കളറ് ഈ കയറുള്ള ഒരു തുണി ഉണ്ട് കേട്ടോ കുഞ്ഞാണിക്ക്, പിന്നെ വെള്ളത്തുണി. അപ്പോൾ പിന്നെ ആ കളറ് നോക്കിയിട്ട് ഞാനൊരു ടീഷർട്ട് എടുത്തതാണ്. കുഞ്ഞാണി ഇപ്പോൾ ടീഷർട്ട് എടുക്കണേ ഇവരെന്തായാലും അറിയില്ല, കൊടുന്ന് കണ്ടപ്പോഴാണ് കുഞ്ഞാണി അറിയണത് കേട്ടോ. അപ്പോൾ കുഞ്ഞാണിക്ക് അളവ് ഇതിൻ്റെ ഇരട്ടി വീതി മോണ്ടീന് കുഞ്ഞാണിക്ക്. ഇപ്പോൾ കുട്ടികളെ ടീഷർട്ട് മതി, തടിയാണ് മെലിഞ്ഞപ്പോൾ. മീഡിയാണ്. പിന്നെ കുഞ്ഞാണിക്ക് എക്സൽ എന്നത് വരെ ഇട്ടീൻ്റെ തടി ഉണ്ടായിട്ടേ ഇപ്പം തടി പറ്റങ്ങോട്ട് മെലിഞ്ഞക്കണ്. അപ്പം പിന്നെ ഇത് ചെറുതാണ് കേട്ടോ. അപ്പം കണ്ട അതിനത്ര വീതിയൊന്നുമില്ല. അപ്പം പാകമാണ്. കളറ് നല്ല രസമുണ്ട്. ഇട്ടിട്ട് മുഖത്തേക്ക് രസമുണ്ട്. നിറമില്ലാത്തവർക്കൊക്കെ ഇട്ടാലൊരു പിന്നെ ഇതിനെ കുറച്ചുകൂടി ഒരു ലൂസൊക്കെ ഒരു അയഞ്ഞ് കിടക്കണമെങ്കിൽ ഇത് ടൈറ്റാണ് ഇപ്പോൾ പാകണ്ടേനും. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ തെരഞ്ഞെടുക്കണം. പെരുന്നാളിൻ്റെ ദിവസം തലേ ദിവസം അങ്ങനെയാണല്ലോ. അവിടെ സ്റ്റാഫുകളൊക്കെ വേറെ ഓരോ രീതിയിലാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തപ്പി തെരഞ്ഞുണ്ടാക്കുക. ഓല ഇതിൽ തട്ടിലൊന്നും ഒരു സാധനം ഞാൻ മുഴുവൻ അങ്ങോട്ട് ഒന്നായിട്ട് ഇതേക്കണു. അതിന് ഇങ്ങനെ വലിച്ചു ഊരി എടുത്തുകാണ് നോക്കണം നമ്മൾ. ആരും വരൂല. അതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തും കൊണ്ട് പോരുക. അങ്ങനെ ഒന്ന് കിട്ടി പോകുന്നതാട്ടോ. അത് രസമുണ്ട്. എന്തായാലും ഇട്ടിട്ട് നല്ല രസമുണ്ട്. അതിൽ കളറ് ലൈറ്റ് കളർ മുഖത്തൊക്കെ നല്ല രസമുണ്ട്. കുഞ്ഞാണി തന്നെ ഇഷ്ടപ്പെട്ടേക്കണു. അപ്പോൾ കുഞ്ഞാണി പറയാതെ നമ്മളെ വകയായിട്ട്, നമ്മളെ വക എന്നല്ല, കുഞ്ഞാണി അറിയാതെ എടുത്തതാണ്. എല്ലാവർക്കും ഓരോന്നായിക്കോട്ടെ. പിന്നെ മോൾക്കിപ്പോൾ ഒരു കുപ്പായ എടുത്ത്, പാൻ്റെ കോള എടുത്തുണ്ട്, മിടിയുണ്ട്. അതേമാതിരി കുഞ്ഞാണിക്ക് തുണിയുണ്ട്. പിന്നെ അതിക്കൊരു കുപ്പായം, ഒരു പുതിയൊരു കോടി ഇട്ട് കാണും പള്ളിയിൽ പോകാനൊക്കെ ഉള്ള എല്ലാ രസം വേറെ തന്നെ അല്ലേ. അപ്പോൾ കുഞ്ഞാണിൻ്റെ ഇതാ കണ്ട ഇഷ്ടപ്പെട്ടാ. പിന്നെ പെണ്ണുങ്ങളത് കാണുമ്പോഴാണ് വലിയ രസം. ചുരിദാറ് അങ്ങനത്തെ ഒക്കെ കാണുമ്പോഴാണ്. അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. പിന്നെ മോനൂസിനൊരിതാ ഷർട്ടാണ് എടുത്ത് കേട്ടോ. അവന് ടീഷർട്ടും ഒക്കെ ഉണ്ട്. അധികം ഫാൻറ്റും ട്രൗസറൊന്നും എടുത്തിട്ടില്ല. അതൊരു ലൈറ്റ് കളറാണ്. ഓരോരോ നിറത്തിനനുസരിച്ചല്ലേ നമ്മൾ ഡ്രസ്സ് എടുക്കുക. ഇതിട്ടിട്ട് അവന് മുഖത്ത് കല്ല നിറം ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇട്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല തോന്നൂല. പക്ഷെ ഇട്ടിട്ട് ഓന് നല്ല രസമുണ്ട്. ആ കളറൊക്കെ നോക്കി എടുത്താണ് ഞാൻ. ഇതിക്ക് ഓന് പിന്നെ ഫാൻ്റ് ഉണ്ട്, ട്രൗസറൊക്കെ ഉണ്ട് കേട്ടോ ഇടാൻ. അപ്പോൾ ഓനക്കുള്ളതും ആയി. അപ്പോൾ എല്ലാവർക്കും അൽഹംദുലില്ലാ പെരുന്നാൾക്ക് ഡ്രസ്സായി. വലിയൊരുന്നാൾക്ക് അങ്ങനെ വല്ലാതെ ഒന്നും എടുക്കലില്ല. പിന്നെ ഇപ്രാവശ്യം വലിയൊരുന്നാൾക്കും എല്ലാവർക്കും ആയി. ഇനിയിപ്പോൾ നമുക്ക് എന്താ ഡ്രസ്സാണ് കാര്യമായിട്ട് അത് കിട്ടി. ഇനിയിപ്പോൾ പെരുന്നാൾക്ക് പിന്നെന്താ ഫുഡൊക്കെ ഉണ്ടാക്കണം, കഴിക്കണം. എവിടെയും പോകണമൊന്നുമില്ല കേട്ടാ. പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, എവിടെയും പോകണില്ല. ഹോസ്പിറ്റലിലൊന്ന് പോയി തരണം. പിന്നെ എന്താ വേറെ എവിടെയും പോകണില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് എടുക്കണം എന്ന് ഓരോരുത്തർ നിർബന്ധം പറഞ്ഞതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലായതുകൊണ്ട് ഇപ്പം നമുക്ക് പിന്നെ അത്ര വലിയ സന്തോഷമൊന്നുമില്ല. എന്നാലും നമ്മളെ മക്കളും എല്ലാവരും ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുമല്ലോ. ഇൻഷാ അല്ലാ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസും ഇതൊക്കെ ആയിട്ട് നമ്മൾ. അപ്പം നമ്മളെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഞങ്ങളെല്ലാവരും മുടിയൊക്കെ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ മക്കളെ. നമ്മൾ ആദ്യം പറയേണ്ട അവസാനമാണ് പറയണത്. ലൈക്ക് കൊടുക്കാൻ നിങ്ങൾ മറക്കല്ലേ. പിന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അഫ്സു വ്ലോഗ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നമ്മളെ മാക്സിൻ്റെ വിവരങ്ങളും കുട്ടികളതും എല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.